everyone, welcome back to my channel. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കുറച്ച് ഇന്നോവേഴ്സ് കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ. മീഷോയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ല ക്വാളിറ്റി ഒക്കെയുള്ള അടിപൊളി പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതും അതും ഇന്നോവേഴ്സ് കളക്ഷൻസ് ആണ്. നല്ല ഫാബ്രിക്കിൽ വരുന്ന നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ. എന്തായാലും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. ഫസ്റ്റ് വൺ അണ്ടർസ്കേർട്ട് ആണ്. ഹാഫ് അണ്ടർസ്കേർട്ട് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് സാധനം കേട്ടോ. ഇതിൻ്റെ ബോട്ടം സൈഡിലെ ലേസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ്. ബോട്ടത്തിൻ്റെ ഭാഗത്തായിട്ട് കാണുന്നുണ്ടാവും അല്ലേ. ബ്ലാക്ക് കളറാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇത് 34 സൈസ് ആണ് കേട്ടോ. 34 സൈസ് കാണുമ്പോൾ എനിക്കിത് ഓക്കെ ആവുമോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. മെറ്റീരിയൽ വൈസ് ആണെന്നുണ്ടെങ്കിലും ഓക്കെ ആണ്. കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് ആണ് ഇത് വരുന്നത്. നല്ല ഇലാസ്റ്റിക് ഒക്കെ കൊടുത്ത് ബോട്ടം സൈഡിലൊക്കെ നമുക്ക് ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ആണ്. ഇതിന്റെ ലെങ്ത് വന്നിട്ട് 27 ഇഞ്ചസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ മെയിൻ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ മിഡി ഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മൾ പാൻസ് യൂസ് ചെയ്യാത്തതായിട്ടുള്ള ഡ്രസ്സസിന്റെ ഒക്കെ അടിയിൽ നമുക്ക് ഇപ്പൊ വിത്തൗട്ട് ലൈനിങ്ങോട് കൂടിയിട്ടൊക്കെ മിഡി ഡ്രസ്സ് അല്ലെങ്കിൽ ആലിയ കട്ട് ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ഇട്ടതാണെന്നുണ്ടെങ്കിലും നമ്മൾ പാൻസ് യൂസ് ചെയ്യാത്തതായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ വിത്തൗട്ട് ലൈനിങ്ങോട് കൂടി കിട്ടുന്ന ഡ്രസ്സിൻ്റെ ഒക്കെ അടിയിലായിട്ട് നമുക്ക് ലൈനിങ്ങിന് പകരം നമ്മൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ അണ്ടർസ്കേർട്ട്, ഈ ഹാഫ് അണ്ടർസ്കേർട്ട്. എന്തായാലും ഇത് അടിപൊളിയാണ്. മെറ്റീരിയൽ വൈസ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഫിറ്റിംഗ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 34 സൈസ് ആണ് കേട്ടോ. നമുക്ക് 34 സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടിയ സൈസ് ഏതാന്ന് നോക്കിയപ്പോൾ 34 ആണ്. അപ്പോൾ 34 എടുത്തു. കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. പെർഫെക്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോട്ടൺ ബ്ലെൻഡിൽ വരുന്ന നല്ലൊരു മെറ്റീരിയൽ ആൻഡ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. വൈറ്റും ക്രീമും ദെൻ ബ്ലാക്കും. അപ്പോൾ 3 കളേഴ്സിൽ ഇതുണ്ട്. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. വളരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 178 ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് 24 സൈസ് മുതൽ 36 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ 34 ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും കൂടിയ സൈസ് നോക്കിയിട്ട് എടുത്തത് അല്ല, ഞാൻ 34 ആയിരുന്നു കേട്ടോ. ഞാൻ എന്തോ ഒരു കറക്റ്റ് കുത്തിയിട്ട് എടുത്തു എന്ന് പറയില്ലേ, 34 എനിക്ക് കറക്റ്റ് ആവും എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ എടുത്തതാണ്. ഞാൻ മെഷർ ചെയ്ത് നോക്കിയിട്ടൊന്നും എടുത്തതല്ല. ഞാൻ കൂടുതലും ഡ്രസ്സസൊക്കെ മീഡിയം സൈസിലാണ്. ഇപ്പം ഈവൻ ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും ഞാൻ മീഡിയം സൈസ് ആണ് ചൂസ് ചെയ്യാറ്. പിന്നെ ഇതുപോലുള്ള ഒരു ഇത് വരുമ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ ആവാറ്. സൈസ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അപ്പം ഞാനൊന്ന് കറക്കി കുത്തിയിട്ട് ഏകദേശം എനിക്കത് ഫിറ്റ് ആവും എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മീഡിയം സൈസ് ആണ്. അപ്പം 34 ഓക്കെ ആവും എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അങ്ങനെ എടുത്തതാണ്. പെർഫെക്റ്റ് സൈസ് ആണ്. കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ്, സെക്കൻഡ് വൺ ലെഗിൻസ് ആണ് കേട്ടോ. ഹാഫ് ബോട്ടം ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതും നമുക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ അടിയിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടം ആണ്. ഞാൻ പറഞ്ഞല്ലോ ഈ മിഡി ഡ്രസ് പോലുള്ള ഡ്രസ്സസിൻ്റെ ഒക്കെ അടിയിൽ ഇപ്പോൾ നമുക്ക് ലൈനിങ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പാൻസ് ഇടുന്നത് ഒരു സെക്യൂർഡാണ്. നമുക്ക് പാൻസ് അടിയിൽ ഇതുപോലുള്ളൊരു ഹാഫ് ബോട്ടം ഇടുന്നത് ഒരു സെക്യൂർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ടം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇത് നമ്മൾ ഇടുമ്പോൾ ഒരു കൂൾ ആൻഡ് സ്മൂത്ത് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും നല്ലൊരു സ്കിൻ ഫിറ്റ് ഹാഫ് ബോട്ടാണ് കേട്ടോ. ഇതും 27 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത്. കറക്റ്റ് ഫിറ്റിംഗ് ആണ്. കോട്ടൺ ബ്ലെൻഡ് തന്നെയാണ്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല സ്കിൻ ഫിറ്റ് ടൈപ്പ്. നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു പാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ നമ്മൾ പുറത്ത് ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. ഉറപ്പാണ്. നമുക്ക്
ഈ മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൈസിനേക്കാളും വരും. കാരണം ക്വാളിറ്റി ഉണ്ട്, അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മൾ ഈ 100-200 വാങ്ങുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ക്വാളിറ്റി ഉണ്ടാവില്ലേ, മെറ്റീരിയൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. നോർമലി ഞാൻ എടുക്കുന്ന മറ്റുള്ള ഡ്രസ്സസ്, ഔട്ടർ വെയർ ഡ്രസ്സസൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ കുർത്താസൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യാറില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിനുള്ള മെറ്റീരിയൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ്, നല്ല ഫാബ്രിക്കാണ്, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള, സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള, നല്ല എന്താ പറയുക കംഫർട്ടായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡി ഡ്രസ് പോലുള്ള പാൻസ് യൂസ് ചെയ്യാത്തതായിട്ടുള്ള ഡ്രസ്സസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്നതായിട്ടുള്ളൊരു ലെഗിൻസ് ആണ് കേട്ടോ. ഹാഫ് ബോട്ടാണ്. ഇതിന്റെ സൈസ് വന്നിട്ട് 32 ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് 26 to 32 വരെയുള്ള സൈസസ് ആണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ 32 സൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. നല്ല സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട കളർ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 129 ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു എമൗണ്ടിന് നമുക്ക് വേർത്ത് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സ്ലീവ്ലെസ് ടാങ്ക് ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. കമ്മീസ് ആയിട്ട് നമുക്കിത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്നർ വെയേഴ്സ് ആയിട്ടും ഔട്ടർ വെയേഴ്സ് ആയിട്ടും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന പ്രൊഡക്റ്റ്. ടാങ്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ടും കമ്മീസ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള, അത്യാവശ്യം ഞാൻ അത് മീഡിയം സൈസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. നല്ല കറക്റ്റ് ഫിറ്റിങ്ങോട് കൂടി തന്നെ കിടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത്. ഓക്കെ, റൗണ്ട് നെക്കാണ്. നമുക്ക് ഇതിനിപ്പോൾ നമ്മൾ ഔട്ടർ വെയർ ആയിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഇത് ഇൻ ചെയ്തിട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സ്ലീവ്ലെസ് ഡ്രസ്സസ് ഒക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇതുപോലത്തുള്ള ക്രോപ്പ് ടോപ്സ് ഒക്കെ ഇടുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെയധികം നല്ലൊരു കളക്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഒരു ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ട് മുകളിൽ ഒരു ഓവർ സൈസ് ഷർട്ടൊക്കെ ഇടുന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് അതിനൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇന്നർവെയേഴ്സ് ആയിട്ട് മാത്രമല്ല ഇത് ചൂസ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. കാരണം ഇത് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് ടോപ്പ് ആയിട്ടും ചൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ. കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. സൈസസ് XS മുതൽ XXL വരെ ഇതിന്റെ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 150 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വേർത്താണ്. 150 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മെറ്റീരിയൽ വേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേർത്താണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഷോർട്സ് ആണ് കേട്ടോ. കോംബോ ആയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കോംബോ ഷോർട്സ് ആണ് കേട്ടോ. 2 കളേഴ്സിൽ 2 ഷോർട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കളർ ചേഞ്ചിനനുസരിച്ച് തന്നെ മെറ്റീരിയലിലും ചേഞ്ചസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു പോളിസ്റ്റർ ടൈപ്പിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് ബ്ലാക്കിന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ഇത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ തന്നെയാണ്. നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ഒക്കെ ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. ഇത് കുറച്ച് സ്ട്രെച്ചബിൾ കുറവാണ്. ഒരു പോളിസ്റ്റർ ടൈപ്പാണ് വന്നിട്ടുള്ളത്. നല്ല നൈസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇങ്ങനത്തെ ഷോർട്സ് ചൂസ് ചെയ്യാണ് നമ്മൾ ലേഡീസിന് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ സ്കിൻ ഫിറ്റ് ടൈപ്പ് ഡ്രസ്സസ് ഒക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലിടുന്ന ഇന്നർവെയേഴ്സ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ ബോഡി സ്ട്രക്ചർ നല്ല രീതിയിൽ എടുത്തറിയുന്ന ഒരു ഡ്രസ്സായിരിക്കും നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ അകത്തിട്ടിരിക്കുന്ന ഇന്നർവെയേഴ്സ് വരെ പുറത്ത് എടുത്തറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ, അത് എടുത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട്
ഇതുപോലുള്ള ഇപ്പോൾ പാൻറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പാൻറ്റീസ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിൻ ഫിറ്റ് ആയിട്ട് അത് അങ്ങനെ കിടന്നോളും. ആ ഔട്ട്ഫിറ്റിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു ചിലതിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ പാൻറ്റീസ് ഏത് ടൈപ്പാണെന്നുള്ളത്. അപ്പോൾ അതൊന്നും എടുത്തറിയാൻ പറ്റാത്ത രീതിക്കാണ് ഇങ്ങനത്തെ പാൻറ്റീസ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ കാണുന്ന ടൈപ്പ് പാൻറ്റീസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഭാഗങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, അലർജീസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ അടയാളം കറക്റ്റായിട്ട് അതിലുണ്ടായി നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് മാറി വരും, നമ്മുടെ ഷേപ്പ്. കാരണം ഡെയിലി നമ്മൾ അതല്ലേ ചൂസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് മാറി വരും. അപ്പം അങ്ങനത്തെ ടൈപ്പ് മാക്സിമം ഒഴിവാക്കുക. നമ്മളൊന്ന് ആ ഒരു ഭാഗം ഇപ്പം നമ്മൾ ഇപ്പോൾ ബ്രാസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് ഞാൻ നെക്സ്റ്റ് ഞാൻ പറയുന്നുണ്ട്. എന്നാലും ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പം ബ്രാസ് ആണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇതിൻ്റെ സ്ട്രാപ്പുള്ള ഭാഗത്ത് ഈ ഒരു പോർഷനിൽ നമ്മൾ കുറച്ച് ടൈറ്റിലാണല്ലോ നമ്മൾ അത് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ കുറച്ച് താഴ്ന്നിട്ടുണ്ടാവും. നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് പോയിട്ട് ഇവിടെ ഈ ഒരു സ്ട്രാപ്പ് ഇടുന്ന ഈ ഒരു ഭാഗത്തൊന്ന് കുഴിഞ്ഞ പോലെ ഇരിക്കും. കാരണം അത് നമ്മൾ സ്ഥിരമായി ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഷേപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇലാസ്റ്റിക് ആണല്ലോ ആ ഭാഗത്തൊക്കെ വരുന്നത്. ഇപ്പം അങ്ങനത്തെ നമ്മൾ പാൻറ്റീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലാസ്റ്റിക് പോണ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഷേപ്പിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും സ്ഥിരം നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് പാൻറ്റീസ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വക പ്രശ്നങ്ങൾ വരില്ല. ഇറിറ്റേഷൻസ് ഒഴിവാക്കാം. കളർ ഷെയ്ഡായി പോവും. നമ്മുടെ ആ ഒരു ഭാഗം മാത്രം ആ ഒരു ഇലാസ്റ്റിക് വരുന്ന ആ ഒരു പോർഷനിൽ മാത്രം വേറെ തന്നെ കളറാവും. കുറച്ച് ഡാർക്ക് കളറായിട്ടൊക്കെ ചില ആൾക്കാരെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള പാൻറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ പാൻറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മെറ്റീരിയലിലും ദെൻ കളറിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഞാൻ കൂടുതലും ബ്ലാക്ക് കളറാണ് എടുക്കുക. പക്ഷെ ബ്ലാക്ക് കളർ നമ്മൾ ചൂസ് ചെയ്യരുത്. ദെൻ കോട്ടൺ ടൈപ്പ് ഇങ്ങനത്തെ പാൻറ്റീസ് അടിപൊളിയാണ് കേട്ടോ. നല്ല പാൻറ്റീസ്, നല്ല ഫാബ്രിക് ആണ്. ദെൻ കളറാണെന്നുണ്ടെങ്കിലും ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്രയും കാര്യങ്ങളാണെന്ന് മാത്രം. ഇതിൻ്റെ സൈസസ് പറയുകയാണെങ്കിൽ 24 മുതൽ 34 വരെയും ദെൻ ഫ്രീ സൈസും പിന്നെ എക്സസ് മുതൽ എക്സൽ വരെയും അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും സൈസസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിൽ ഞാൻ നോക്കിയ ടൈമിൽ ചില പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഇടാൻ പറ്റുമോയെന്ന് അറിയില്ല. സ്റ്റോക്ക് വരുന്ന ടൈമിൽ മേ ബി ഇടാൻ പറ്റാത്ത ലിങ്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് വരുന്ന ടൈമിൽ ഞാൻ ഇടുന്നതാണ്. ഈ രണ്ട് കോംബോ ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 228-നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 228-ന് ഓക്കെയാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സ്പോർട്സ് ബ്രാസ് ആണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതും കോംബോ ആയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കളർ ആണെന്നുണ്ടെങ്കിലും മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡ് കളേഴ്സ് ആണ് കേട്ടോ. പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കുറച്ച് നാൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മീഷോയിൽ നിന്ന് തന്നെ ഈ സെയിം സൈറ്റിൽ തന്നെയാണ് ഞാൻ ഒരു 6 മാസം മുമ്പ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുണ്ട്. അടിപൊളിയാണ്. മെറ്റീരിയലിനാണെന്നുണ്ടെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാനിത്. മെറ്റീരിയൽ വൈസ് പറയാതിരിക്കാൻ വയ്യ. കോംബോയിൽ നമുക്ക് വളരെ പ്രൈസ് കുറവിൽ നല്ല മെറ്റീരിയൽ, അത്യാവശ്യം നീണ്ടു നിൽക്കുന്ന മെറ്റീരിയൽ കിട്ടാന്ന് പറയുന്നത് നല്ലൊരു ലക്ക് തന്നെയാണ്. അപ്പോൾ ഇതിന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതല്ല. ഇത് ഞാൻ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ദേ സൈറ്റിൽ തന്നെയാണ് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ സ്പോർട്സ് ബ്രാ. ഇത് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ ഞാനിത് പുറത്ത് പോകുമ്പോൾ ഇടാനായിട്ടൊന്നുമല്ല. ഇത് ഞാൻ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഓവർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ധരിക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അത് ഇന്നർവെയേഴ്സ് ആയിക്കോട്ടെ, ദെൻ പുറത്തിടുന്ന വസ്ത്രമാണെന്നുണ്ടെങ്കിലും നമ്മൾ ടൈറ്റ് ഇല്ലാത്ത കുറച്ച് ഫ്രീ ആയിട്ടുള്ള വസ്ത്രമാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ധരിക്കാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും
അങ്ങനെയാണ് ചെയ്യേണ്ടതും. ഓക്കെ, നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കൊക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് എന്ന് പറയുന്നത് സ്കിൻ ഫിറ്റ് അല്ലാത്ത വസ്ത്രം ധരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഇന്നർ വേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള സ്ട്രാപ്പൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇന്നർ വേഴ്സ് ഇടാതെ ഇരിക്കാൻ ചില ആൾക്കാർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇഷ്യൂസൊക്കെ നേരിടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇത് നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കും. ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഒരു സ്കിൻ ഫിറ്റോട് കൂടിയിട്ട് അതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത് പാഡഡ് ആണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പാഡഡ് ആണ്. ഇനിയിപ്പോൾ പാഡഡ് വേണ്ട, പാഡഡിൻ്റെ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഇതാ സൈഡിൽ നമുക്ക് വലിച്ചെടുത്ത് കളയാവുന്നതാണ്. പാഡഡ് ഇല്ലാതെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഫ്രീ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഇട്ടു എന്ന് നമുക്ക് തോന്നില്ല. അങ്ങനെ ഒരു ഫീല് തരുന്ന ഒരു മീൻസ് നമുക്ക് ചില ടൈമിലൊക്കെ നമ്മൾ ഈ മറ്റേ നല്ല ടൈറ്റോട് കൂടിയിട്ടുള്ള ബ്രാസൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഒരുമാതിരി ഇറിറ്റേഷനാണ് ഉണ്ടാവുക. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബ്രാസൊക്കെ ഡെയിലി നമ്മൾ ചൂസ് ചെയ്യാണ് നല്ലത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഫ്രീ സൈസിലാണ് കേട്ടോ. ഫ്രീ സൈസ് ആണ്, എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ്. മെറ്റീരിയൽ ആയിക്കോട്ടെ, കളർ ആയിക്കോട്ടെ, ഓവറോൾ പ്രൊഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇത് കോംബോ ആയിട്ട് 2 എണ്ണം കോംബോ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 264 ഞാൻ ഈ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ബ്രാ സ്ട്രാപ്പ് ഹോൾഡർ പാഡ്സ് ആണ് കേട്ടോ. ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നമുക്ക് വിഷയമില്ല. നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ബ്രാസ് ഒക്കെയാണ് ചൂസ് ചെയ്യുന്നത്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ബ്രാസ് ആണല്ലോ ചൂസ് ചെയ്യാറ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കുഴിഞ്ഞു പോകുന്നു. നമ്മൾ ആ ഡെയിലി യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പ് അങ്ങോട്ട് മാറിപ്പോവും. നമ്മുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പ് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഒന്ന് ഇവിടെ ഒരു കുഴിച്ചിലുണ്ടാവും. നമ്മൾ ആ സ്ട്രാപ്പ് ഇടുന്ന ആ ഒരു ഭാഗം മാത്രമായിട്ട് ഒരു കുഴിഞ്ഞിങ്ങനെ പോകുന്ന പോലെയും അതുപോലെ തന്നെ ഇറിറ്റേഷനും നല്ല വേദനയും നല്ല പെയിനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബ്രാസിൻ്റെ സ്ട്രാപ്പ് നമ്മൾ ഇതിൽ ഇങ്ങനെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഇറിറ്റേഷനും ആ പെയിനും ഒക്കെ ഒഴിവാക്കാനും നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബ്രാ സ്ട്രാപ്പ് ഹോൾഡർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അടിപൊളി സിൽക്കോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെയുള്ള പ്രൊഡക്ട്സ് ആണ്. ഇതൊരു സെറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് സ്കിൻ കളർ ടൈപ്പൊക്കെയാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 125 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വാട്ടർ പ്രൂഫ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്, റീയൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇതിലെന്താണെന്ന് ചോദിച്ചാൽ നിപ്പിൾ കവർ ബ്രാ ആണ് ഇതിലുള്ളത്. ഓക്കെ, ഇതിനിപ്പോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്കിലും ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഇത് മെയിനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഇടുന്ന, അപ്പം നമ്മൾ ബ്രാസ് ഇടുമെങ്കിൽ പോലും നമ്മൾ പുറത്ത് പോകുമ്പോൾ ചില ആൾക്കാരിൽ ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മയൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ബ്രാസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില ഡ്രസ്സസ്, ഇപ്പോൾ നമ്മൾ ബോഡി ഫിറ്റോട് കൂടിയിട്ടൊക്കെയുള്ള ഡ്രസ്സസൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ബ്രാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും സ്കിൻ ഫിറ്റോട് കൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ നിപ്പിൾസിൻ്റെ ഷെയ്ഡ് എടുത്തറിയാൻ ചാൻസ് ഉണ്ട് ചില സാഹചര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്കിൻ ഫിറ്റോട് കൂടിയിട്ടുള്ള ബോഡി ഫിറ്റോട് കൂടിയിട്ടുള്ള ഡ്രസ്സസൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നിപ്പിൾ പാഡ്സ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ പുറത്തു പോകാം. അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നമുക്ക് ഒരുമാതിരി കോൺഫിഡൻ്റ് ഇല്ലാത്ത രീതിക്കൊക്കെ വന്നു തുടങ്ങും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു
നിപ്പിൾ പാഡ്സ് യൂസ് ചെയ്യാൻ ഇപ്പോൾ സ്കിൻ ഫിറ്റ് ഇപ്പോൾ ബോഡി ഫിറ്റോട് കൂടിയിട്ടുള്ളൊക്കെ ഡ്രസ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളത് ചൂസ് ചെയ്യാം. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ വയർലെസ് ബ്രാസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ഡ്രസ്സസിലൊക്കെ പാഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു എന്താ പറയുക, സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ചൂസ് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മൾ ബ്രാസ് ഇടുന്നില്ല, കാരണം ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാസ് ഇടുന്നില്ല. സ്ട്രാപ്ലെസ് ബ്രാസ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ബ്രാസ് ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡ്രസ്സിലുള്ള ആ ഒരു പാഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നമുക്കൊരു കംഫർട്ടിന് വേണ്ടിയിട്ടും ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതും സിലിക്കോൺ മെറ്റീരിയലിലാണ് ഇത് വന്നിട്ടുള്ളത്. ഭയങ്കര സോഫ്റ്റ് ആണ്, സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ. സ്കിൻ ടൈപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കവർ ഇതിൽ നിന്ന് ഊരിയിട്ടുണ്ട്. ദെൻ ഞാനൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരികയാണ് കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് അതവിടെ കിടന്നോളൂ. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് അതവിടെ ഓക്കെ ആവും. ഇതിങ്ങനെ ഒട്ടിപ്പോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല ഒട്ടിപ്പൊക്കെ വരുന്നുണ്ട്. വാട്ടർ പ്രൂഫാണ്, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. നമുക്കിത് വാഷ് ചെയ്തിട്ട് ഇത് ഡ്രൈ ആക്കിയതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് കവർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം കേട്ടോ. അധികമൊന്നും നിങ്ങൾ റീയൂസ് ചെയ്യാൻ നിൽക്കണ്ട. നമുക്കറിയാൻ പറ്റുമല്ലോ അത് കളയാനായിട്ടുണ്ട് എന്നുള്ളൊരു 3-4 പ്രാവശ്യമൊക്കെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് റീയൂസ് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൽ 3 സെറ്റാണ് ഉള്ളത് കേട്ടോ. 3 സെറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ 6 നിപ്പിൾ പാഡ്സ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ എടുത്ത് വെച്ച് സേഫായിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, ഇത് ഫ്രീ സൈസ് ആണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഓഫർ പ്രൈസ് ആയിട്ടുള്ള 123-നാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വർത്ത് ആണ് കേട്ടോ. ഓക്കെ ആണ്. ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. സ്ട്രാപ്ലെസ് ബ്രായാണ് കേട്ടോ. സ്ട്രാപ്പ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോൾ സ്ട്രാപ്ലെസ് ബ്രാസ് ഒക്കെ ഇടേണ്ട സിറ്റുവേഷൻസ് വരും. ഇപ്പോൾ ബാക്ക് ഓപ്പണോട് കൂടിയിട്ടുള്ള ഡ്രസ്സസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്ലൗസ്, ഇപ്പോൾ സാരി ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും ബാക്ക് ഓപ്പണോട് കൂടിയിട്ട്. അപ്പോൾ നമുക്ക് ബ്രാസ്, ഇപ്പം സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ബ്രാസൊക്കെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ ബ്രാസ് ചൂസ് ചെയ്യാവും ബെറ്റർ. അപ്പോൾ ഇങ്ങനത്തെ ഓൾറെഡി നമ്മൾ ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി പാഡഡ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും. ഇപ്പോൾ ഔട്ട്ഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ബാക്ക് ഓപ്പണോട് കൂടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലും പാഡഡോട് കൂടിയിട്ടുള്ള ഡ്രസ്സ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എങ്കിലും നമ്മുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻട്രൽ പോർഷനിൽ. ഇത് നല്ലൊരു ഒട്ടിപ്പാണ്, നല്ല പശയോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് കൊടുക്കണം, ഇവിടെ കീറിപ്പോയിട്ടുണ്ട് കണ്ടോ. നല്ല പശയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളൊരു നനഞ്ഞൊരു കോട്ടൺ എടുത്തിട്ട് നമ്മൾ ഒപ്പി കൊടുത്തിട്ട് നമ്മളത് വീണ്ടും അടച്ചു വെച്ച് അടുത്ത നെക്സ്റ്റ് ടൈം നമുക്ക് യൂസ് ചെയ്യാം. അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ബ്രാസാണിത് കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാർ മാത്രം ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ്, ഇപ്പം ആദ്യമായിട്ടൊക്കെ ഇപ്പം നമ്മുടെ സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാം. ബിഗിനേഴ്സിനൊക്കെ ചൂസ് ചെയ്യാം. അല്ലാണ്ട് നമ്മുടെ സൈസൊക്കെ കൂടുതലൊക്കെ ഉള്ള ആൾക്കാർ ഇത് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എന്താ പറയുക, നോർമലി ഉള്ള ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ ഒപ്പം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിത് വല്ലാണ്ട് അങ്ങോട്ട് ഒരു കംഫർട്ടല്ല. ഓക്കെ, നമുക്ക് നല്ല കംഫർട്ടിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നോർമൽ ബ്രാസൊക്കെ ചൂസ് ചെയ്യാം. ഇതെന്തോ ഒരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിഗിനേഴ്സിനൊക്കെ ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. നനഞ്ഞൊരു ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒപ്പി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ച് നെക്സ്റ്റ് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാം. പ്രൊഡക്റ്റിന് വേറെ വിഷയമൊന്നുമില്ല, പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിന് എക്സ്ട്രാ നിപ്പിൾ പാഡ്സ് ഒന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഓൾറെഡി ഇതൊരു പാഡഡോട് കൂടിയിട്ടുള്ളൊരു സ്ട്രാപ്ലെസ് ബ്രാസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം.
ക്വാളിറ്റി വൈസ് ഓക്കെ ആണ് കേട്ടോ. ക്വാളിറ്റി വൈസ് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 170 170 ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. വേണ്ട ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള മീഡിയം സൈസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൈസസ് ഒന്നും അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. ലിങ്ക് ഇടാൻ പറ്റുമോ അറിയില്ല, പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്, ടമ്മി കൺട്രോൾ ഷോർട്സ് ആണ് കേട്ടോ. നമ്മുടെ വയറൊക്കെ കൂടുതലുള്ള ആൾക്കാർ, വയറൊക്കെ ചാടിയിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മുടെ ബോഡി ഷേപ്പ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയ രീതിയിലൊക്കെ, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഷേപ്പ് തരുന്നു എന്നല്ല, ചെറിയ രീതിയിലൊക്കെ നമ്മുടെ വയർ കുറഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റോട് കൂടിയിട്ടുള്ള ഡ്രസ്സസൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വയറുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം ടൈറ്റോട് കൂടിയിട്ടുള്ള ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോലും അതിടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാണും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പരിധി വരെ നമ്മുടെ വയറൊക്കെ ഒന്ന് കുറയ്ക്കുന്നുണ്ട് ഈ ഒരു പാൻറ്റീസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇപ്പോൾ അത്യാവശ്യം വയറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ഡ്രസ്സസൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വയർ പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഷേപ്പോട് കൂടിയിട്ടൊക്കെ നല്ല വൃത്തിക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷോർട്സ് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ പറയുന്നു, നല്ല രീതിക്ക് നമ്മുടെ വയറിന് അങ്ങോട്ട് കുറച്ച് നല്ല ഷേപ്പിൽ കാണിക്കുന്നില്ല, ഒരു പരിധി വരെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റിനനുസരിച്ച് നമുക്ക് നല്ലൊരു വൃത്തിക്ക് നമ്മുടെ വയർ എത്രയാണോ അതിനൊക്കെ ഒരു കുറച്ച് കുറവോട് കൂടിയിട്ട് തന്നെ നമുക്ക് നല്ല കുഴപ്പമില്ലാത്തൊരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. അതിനിടയിൽ ഫോണൊന്ന് ഓഫായി പോയി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സൈസസ് ആണ് കേട്ടോ. ഡബിൾ എക്സസ് മുതൽ ദെൻ ലാർജ് വരെയുള്ള സൈസസ് ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെയാണ്. സ്മോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഈ ഷേപ്പിലോ കിട്ടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒന്ന് വയറൊന്ന് ഒതുങ്ങിയ പോലെ ആവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എൻ്റെ സൈസ്, കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് സ്മോളാണ്. ഞാൻ ഇപ്പം മറ്റുള്ള ഡ്രസ്സസ്, ഇപ്പോൾ കുർത്താസ് ആണെന്നുണ്ടെങ്കിൽ സ്മോളാണ് കറക്റ്റ് ഫിറ്റ് വരുന്നത്. ഞാൻ കൂടുതലും അതിനൊക്കെ ഒരു പൊടിക്ക് സൈസ് കൂടിയ ടൈപ്പാണ് എടുക്കുക. എടുത്തെടുത്ത് അങ്ങനെ ശീലമായിട്ട് ഞാൻ ഇതും മീഡിയം തന്നെയാണ്, ഇതിലുള്ള എല്ലാം മീഡിയം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്മോളിൻ്റെ കറക്റ്റ് സൈസ് തന്നെ ഓർഡർ ചെയ്യാവും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ വയറൊക്കെ ഒന്ന് ഒതുങ്ങിയ പോലെ നമുക്ക് ഫീൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ. ദെൻ ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 135 ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ക്ലോത്താണ്, നല്ല സോഫ്റ്റായിട്ട് ഇട്ട ഭയങ്കര സ്മൂത്തായിട്ട് നല്ല ഒരു കംഫർട്ടായിട്ടുള്ളൊരു ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല ബോഡി ഫിറ്റിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 135 രൂപയ്ക്ക് ഇത് വേർത്താണ്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. സൈസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഞാൻ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ 9 ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇന്നർവെയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ലിങ്കുകൾ കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതിൻ്റെ ലിങ്കൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. മീൻസ് സ്റ്റോക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാനില്ല. നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുമോ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. താങ്ക്